ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഭംഗി നോക്കി. പിങ്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു. അതെ, ഇത് ട്രൈ കളറാണ്. അത് നന്നായിട്ട് ബുഷിയായിട്ട് ഒത്തിരി വർഷം എത്തിയ ചെടി പ്ലാന്റ് ആണ് ഇട്ടത്. അതുകൊണ്ടാണ് അതിൽ നിറയെ പൂവ് ഉണ്ടായിരിക്കുന്നത്. ഇത് ബെലേക്ക എന്ന് പറഞ്ഞാണ്. ബെലേക്ക പുതിയതാണത്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും, പെട്ടെന്ന് വലുതാവുകയും ചെയ്യുന്ന. ഇത് നമ്മുടെ റോമ വൈറ്റ് ആണ്. ഇത് കോമൺ അല്ല. റോമ വൈറ്റ്. രണ്ട് കളർ വരും. വേരിഗേറ്റഡ് ലീഫാണ്. കുഞ്ഞുങ്ങളെ കിട്ടാനും പണിയാണ്. പ്ലാന്റ്സ് വളരെ. ഇതിന്റെ ചെടികളുണ്ടോ? ചെറുത് ചെടികളുണ്ട്, ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ പ്ലാന്റ് ആണ് കേട്ടോ. അത് ബ്രീസയുടെ ഡാർക്ക് പിങ്ക് ആണ്. അത് ഇപ്പം നല്ല റേറ്റ് ഉണ്ട് ചെടിക്ക്. നിറയെ ഫ്ലവർ ചെയ്യും, നന്നായിട്ട് ഫ്ലവർ. ആ ഇല കാണാതെ ഫ്ലവർ ചെയ്യുന്ന രണ്ടാണ്. ചെറിയ പൂക്കളാണ്. ഇലയും ഇതുപോലെ ചെറുതാണ്, ബുഷിയാണ്. ഇത് റെഡ് സെപ്റ്റംബറാണ്. ഇത് ഇതുപോലെ തന്നെ 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം അതിൻ്റെ താഴെ കട കണ്ടാലറിയാം എത്ര വർഷമായിട്ടുണ്ടെന്നുള്ളത്. ഇത് മദർ പ്ലാന്റ് ആയിരിക്കും. മദർ പ്ലാന്റ് ആണ്. ഇതിന്റെ പ്ലാന്റ്സ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. റയറാണ്, അധികം കിട്ടില്ല. നമസ്കാരം ട്ടാ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് മതിലകത്താണ്. മതിലകം പള്ളിയോളയിൽ വളവനങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മളെ റോസ്മേരി ടീച്ചർ, അവരൊരു വലിയൊരു ബൊഗേൻവില്ല ഗാർഡൻ ഉണ്ട് ഇവിടെ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് അവിടെ. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇത് എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ്? ഹൈബ്രിഡാണ്. അതെ. ഇപ്പൊ എന്താ ഇത്ര ഹൈറ്റ് വരുന്നത് ചെടികൾ? ഹൈറ്റിൽ നമ്മൾ ആക്കിയതാണ്. നമ്മൾ സാധാരണ ഒരു ബോൺസായി ടൈപ്പ് അല്ലേ? കഴിഞ്ഞു. അതെ, 15 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രായം ഒത്തിരി ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്യുന്നത് റെഡ് വൈറ്റ് വെറൈറ്റീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? റെഡ് തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. വൈറ്റ് ഒരു 5 ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം കൊടുക്കാനുള്ള ചെടികളാണ്? എല്ലാം കൊടുക്കുന്നതാണ്. കുറച്ച് മദർ പ്ലാന്റ്സ് ഉണ്ട്. ഈ വലിയ ചട്ടികളിലൊക്കെ മദർ പ്ലാന്റ്സ് ഉണ്ട്, കൊടുക്കാനുള്ളതുണ്ട്. ഇത് പഴയ വെറൈറ്റി ആണിത്. ഇത് ബ്ലഡ് റെഡ് എന്ന് പറയും. ഇത് കുറച്ച് ഒരു 10 വർഷത്തിൽ കൂടുതലായി. നല്ല രസമുണ്ടല്ലോ അല്ലേ? നല്ല കളറാണ്. അത് തടി മൂക്കത്തോറ് പൂക്കൾ കൂടും. ഇത് ചില്ലി യെല്ലോ. ഫ്ലവറായി നിന്നാൽ ഏത് ചെടിന്ന് കാണാൻ ഭംഗിയാണല്ലോ. ഇത് നമ്മുടെ റോമ വൈറ്റ് ആണ്. രണ്ട് കളർ വരും. വേരിഗേറ്റഡ് ലീഫാണ്. കുഞ്ഞുങ്ങളെ കിട്ടാനും പണിയാണ്. പ്ലാന്റ്സ് വളരെ. ഇതിന്റെ ചെടികളുണ്ടോ? ചെറുത് ചെടികളുണ്ട്, ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഏത് വലിപ്പത്തിലുള്ളത്? ഈ വലിപ്പത്തിലൊക്കെയാണോ? ഒരു 4-5 ബോട്ടിൽ. ഇല്ല, ചെറിയതാണ് കൊടുക്കാൻ പറ്റുമോ. ഇത് നമ്മുടെ ചില്ലി റെഡ് ആണ്. എന്നും ഈ റെഡ് കളർ ആയതുകൊണ്ടേ അട്രാക്ഷൻ ഉണ്ടല്ലോ. ഫയറോപ്പാലാണത്. ഇത് സൺറൈസ് എന്നും പൂവുണ്ടാവുന്നതാണ്. 365 ദിവസം പൂവുണ്ടാവും. സൺറൈസ് വൈറ്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ബ്ലഡ് റെഡ് തന്നെയാണ്. ഇത് ചില്ലി ഐസ്ക്രീം. ഇതിനും പ്ലാന്റ്സിന്റെ കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് ഇവിടെ കുറച്ച് ഞാൻ വിട്ടുപോയിട്ടോ. അത് നമ്മുടെ സൺറൈസ് വൈറ്റ് ആണ്. ഇതോ? അത് നമ്മുടെ ബ്ലൂബെറി ഐസ് ആണ്. ബ്ലൂബെറി ഐസ്. അതിന്റെ തൈകളുണ്ട്. പിന്നെ ഫയറോപ്പാല്. ഇതാണ് ചില്ലി യെല്ലോ. അത് കുറച്ചത് മൾട്ടിയിൽ പെട്ടാണ്. അത് 3-4 കളേഴ്സ് ഉണ്ട്. ഇതോ? ഈ വെറൈറ്റിയാ? ഇത് ചില്ലി റെഡ് തന്നെ. അത് പ്ലാന്റ് വലുതായി നിൽക്കുമ്പോഴൊരു ഭംഗിയാണ്. അത് ഓറഞ്ചിന്റെ ഒരു വെരിഗേഷൻ ആണ്. അത് സൺറൈസ് ഓറഞ്ച്. ഇതൊക്കെ നമ്മൾ കമ്പ് കട്ട് ചെയ്ത് പിടിക്കാം. പിടിക്കും. ചിലത് പിടിക്കില്ല. അപ്പൊ അതിന് റേറ്റും കൂടും. കാഷ് റെഡ് എന്ന് പറഞ്ഞതാണത്. കുറച്ച് ലേറ്റസ്റ്റ് അല്ല. അതുപോലെ ഇത് ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറയണതാണത്. വെരിഗേറ്റഡ് കുറെ വരുന്നുണ്ട്. പിന്നെ എല്ലാരും ഇപ്പൊ പുതിയതിന്റെ പുറകെ ഓടി നടക്കണ കാരണം പഴയതൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്നുള്ളൂ. നല്ല വെറൈറ്റികളാണ്. ഓർഡിനറി സാധാരണ വൈറ്റ് ആണത്. പക്ഷെ വൈറ്റിന് എന്നും ഡിമാൻഡ് അല്ലേ? ഇതിന്റെ അകത്തോട്ട് വരുമ്പോ ഇതും പണ്ടത്തെ പഴയ ചെടിയാണ് കേട്ടോ. അത് ഈ പറഞ്ഞ പേരൊക്കെ ഇപ്പൊ മറന്നു. കാരണം ഇത് പഴകിയപ്പോ അതന്നെ വെരിഗേറ്റഡ് ലീഫിൽ നല്ല കളറാണ് അതിന്റെ പ്ലാന്റ്. ഇതോ? അത് മിസ് വേൾഡ് എന്നും ഫേമസ് ആണത്. ഇത് ട്രൈ കളറാണ്. അത് നന്നായിട്ട് ബുഷിയായിട്ട് ഒത്തിരി വർഷം എത്തിയ ചെടി പ്ലാന്റ് ആണ് ഇട്ടത്. അതുകൊണ്ടാണ് അതിൽ നിറയെ പൂവ് ഉണ്ടായിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ചെടികൾ ഇത്രയധികം പൂക്കാൻ വേണ്ടിയിട്ട് എന്താ ഡാപ്പൊക്കെയാണോ കൊടുക്കാറ്? ഇല്ല, നമ്മൾ ചാണകവും കൊടുക്കുന്നുണ്ട്, പിന്നെ എല്ലുപൊടി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മറ്റേ 19 PK ഇടണമെങ്കിൽ ഇടാം, അങ്ങനെ അത് ഇട്ടില്ലെങ്കിൽ പക്ഷേ അല്ലെങ്കിൽ ഈ സീസൺ ആകുമ്പോൾ പിന്നെ ചെടി മൂക്കുമ്പോൾ നിറച്ച് പൂവുണ്ടാവുകയും ചെയ്യും. ശരി. അതുകൊണ്ടാണ് വലിയ ചെടിയുമ്പോൾ കൂടുതൽ പൂക്കൾ വരുന്നത്. ഇത് ബ്ലൂബെറിയാണ്, നേരത്തെ കാണിച്ചില്ലേ, ബ്ലൂബെറി ഐസ്. അത് നമ്മുടെ സൺറൈസ് വൈറ്റ് ആണ്. എനിക്ക് കൊടുക്കാനുള്ള സൈസ് ഞാൻ കാണിച്ചു തരാം. ഇതാ ആ നിൽക്കുന്നത് ആ വൈലറ്റ്, ആ കളർ അവിടെ നിൽക്കുന്ന വൈലറ്റ് അല്ലേ? അത് ട്രൈ കളറാണ്. അത് രണ്ടും അല്ല, അത് വേറെയാണ്, ഫോർമോസ പർപ്പിൾ ആണ്. ട്രൈ കളറാണ് അത് തന്നെ. കൊടുക്കാനുള്ളത് ഈ സൈസിലുള്ള ചെടിച്ചട്ടിയില്ല കൊടുക്കും. ഇതാണ് കുറച്ചും കൂടി ഗ്രോത്ത് ഉള്ളതാണ് കേട്ടോ കൊടുക്കുന്നത്. കുറച്ചും കൂടി ഗ്രോത്ത്. കൊറിയർ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, കൊറിയർ ഇല്ല. ഇവിടെ വന്നെടുക്കണം അല്ലേ? വന്നെടുക്കണം, ചെയ്യുന്നില്ലത്. നമ്മുടെ പണ്ടത്തെ സാധാരണ മഞ്ഞ, പണ്ടത്തെ മഞ്ഞയാണ്. ഇത് മൾട്ടിയാണ് ഇതില് പക്ഷെ അതിന്റെ മദർ പ്ലാന്റ് കയറി വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് ചീത്തയായി പോകും. അല്ലല്ല, ഞാൻ ചെയ്തത് വേറെ 2-3 ചെയ്തിട്ടുള്ളൂ. ചെയ്യാൻ പറ്റും. അത് പണ്ടത്തെ, അത് മലേഷ്യൻ വയലറ്റ് എന്ന് പറയണത്. ഇതൊരു ഹവായി വൈറ്റ് എന്ന് പറഞ്ഞത്. ഇതിൽ 2-3 ടൈപ്പ് ഉണ്ട്. ഈ വലിയത് കാണുന്നൊക്കെ ഇവരെ മദർ പ്ലാന്റ്സ് ആണ്. അതെ അതെ അതെ. അപ്പൊ ഇതിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇരിക്കുന്നത്. ഇതും കൊടുക്കുമോ നിങ്ങൾ? കൊടുക്കും. അത് നമുക്ക് പ്ലാന്റ്സ് വേറെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഇതൊരു ഉദ്ദേശമൊക്കെ റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് നമുക്ക് വർഷങ്ങള് പഴക്കം അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. നല്ലൊരു സ്റ്റാർട്ടിങ് നമുക്കൊരു 3 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. 3000. വലിയ പ്ലാന്റ്സ് 3000 മുതൽ മേലോട്ടുള്ള. മേലോട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കൊറിയർ ഇല്ല, ഇവിടെ വന്നിട്ട് എടുക്കണം. കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ പറഞ്ഞേ. നമ്മുടെ കപ്പേള, അതായത് വളവനങ്ങാടി കപ്പേളയുടെ അടുത്ത്, അരിപ്പാലവും വളവനങ്ങാടിയുടെ സെന്ററിൽ. ഒത്തിരി ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരണം, കുറച്ച് റോഡ് സൈഡാണ്. ഇവിടെ ഏതുള്ളത്? ഇത് ടൈഗർ പീച്ച്. ഇത് നല്ലൊരു പ്ലാന്റ് ആണ്. ടൈഗർ പീച്ച് ഇതൊക്കെ റെയറാണ്. അതിന്റെ പ്ലാന്റ്സ് ഒക്കെ അധികം ഇങ്ങനെ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്, കിട്ടാനില്ല. ഉണ്ടാക്കാനത് പിടിക്കില്ല, അങ്ങനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അല്ല, അത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം. സെയിം ആണ്, പക്ഷെ ഫ്ലവറിൽ വ്യത്യാസമുണ്ട്. ഫ്ലവറിന്റെ സൈസിൽ വ്യത്യാസമുണ്ട്, ലീഫിൽ വ്യത്യാസമുണ്ട്. ബ്ലൂബെറി ആണ്. ബ്ലൂബെറി അല്ല, ട്രൈ കളർ. ഇത് നമ്മുടെ ഫോർമോസ പർപ്പിൾ, പഴയ ചെടിയാണ്. ഈ ഒരു വെറൈറ്റി ഇപ്പൊ എല്ലായിടത്തും കാണും, പക്ഷെ ഇതൊക്കെ പഴയതാണ്. ഇത് പഴയതാണ്, പക്ഷെ ഇതിന്റെ റെഡ് ഉണ്ട് എൻ്റെ കയ്യില്. ഫോക്സ് റെഡ് ഉണ്ട്, ഫ്ലവർ ആയി വരണുള്ളൂ. ഇതൊക്കെ ശരിക്കും തായ്ലൻഡിൽ നിന്നാണ് വരുന്നത്, പുറമേന്ന് വരണാണത്. അവിടെ നിന്ന് കളക്ട് ചെയ്ത. പിന്നെ അവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, യെല്ലോ ബട്ടർഫ്ലൈ ഉണ്ട് നേരത്തെ. ഇതൊക്കെ ഇത് പഴയതാണ് കേട്ടോ. ഇത് പണ്ടൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ മണ്ണുത്തിയിലൊക്കെ കാണുന്നൊരു ഡബിൾ കളർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടി വാങ്ങുന്നതാണത്. അത് ഇത് നോർമയ്ക്കായിട്ട് വെച്ചാണ്. ഈ ഓറഞ്ചിന് ഭയങ്കര ഡിമാൻഡാണ്. പഴയതാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് ഇതിന്റെ പേരറിയില്ല. അതെ, ഇല്ല, ഇത് പഴയതായതുകൊണ്ട് ഇതിന്റെ പേരൊന്നും അറിയില്ല. ഇത് ലീഫിലൊരു വേരിയേഷൻ സ്നോ ഓറഞ്ച് എന്ന് പറയുന്നുണ്ട്. നേരെ ഉള്ളത് അത് തന്നെ, ബട്ടർഫ്ലൈ യെല്ലോ. ചെറിയ ഫ്ലവർ ആയതുകൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. എന്റെ ലീഫിന് വ്യത്യാസമുണ്ട്. അതെ തന്നെ, ലീഫിന്റെ ഒരു ഷേപ്പ് വ്യത്യാസം. ഇത് ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ. ചില്ലി റെഡിന്റെ പോലെ തന്നെ ഓറഞ്ച് ആണത്, ഫ്ലവറായി വരണുള്ളൂ. ഇതൊക്കെ പഴയതല്ലേ? അതൊക്കെ പഴയ. ഇത് പണ്ടത്തെ ബോഗൺവില്ലയാണ്, പണ്ടത്തെ മണ്ണുത്തിൽ കാണുന്ന റെഡ് എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 10-15 വർഷം മുമ്പുള്ള കഥയാണ് കേട്ടത്. അവിടെ ഒരു പർപ്പിൾ ഉണ്ട്, അത് നല്ല പ്ലാന്റ് ആണ്. അത് ഇതുപോലെ തന്നെ പർപ്പിൾ, കൊച്ചു ഫ്ലവേഴ്സ് ആയതുകൊണ്ട് നല്ല ഹൈറ്റിൽ വളർത്തി കഴിയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് ബോഗൺവില്ലയ്ക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം. ഫ്ലവർ ആയതായത് പോകും, ഫ്ലവർ ആകാത്ത ഉണ്ടാവുള്ളൂ. കട്ട ആൾക്കാർക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാലേ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് കളയണം, അല്ലാണ്ട് പോവില്ലല്ലോ. അപ്പൊ അത് കാരണം അത് താല്പര്യമില്ല. ഇത് ഡോക്ടർ ആവും എന്ന് പറഞ്ഞു നിറയെ ഫ്ലവർ ചെയ്യും, നല്ല കളറുമാണ്. അത് കൊറോണ സമയത്ത് പേരുകൾ പിടിച്ചതാണ്. അല്ലല്ല, ഞങ്ങൾ അതിനു മുമ്പ് തുടങ്ങി. അതിനു മുമ്പ് ഞങ്ങള് 15 വർഷം കഴുത്തിൽ മേലെ. അതിന്റെ റെഡ് ഉണ്ട്.
ഇവിടെ ഉണ്ടോ ഫ്ലവർ ആയിട്ടില്ല. ഉണ്ട്, പ്ലാന്റ് ഉണ്ട്. ഇതിന്റെ പേരെന്താ? പ്ലാന്റ് കാണിച്ച ഫോക്സ് ടെയിൽ റെഡ്. അതിന്റെ പ്ലാന്റ് എവിടെ? എൻ്റെ പ്ലാന്റ് ഇവിടെ ഈ ഗാർഡനിലല്ല, അപ്പുറത്തെ സൈഡിലാണ്. അതെ, രണ്ട് സൈഡിലായിട്ടുണ്ടല്ലേ? അതെ അതെ. ഇത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് കേട്ടോ. വിടരൂലല്ലേ? വിടരൂല്ല. ഇതിങ്ങനെ ആ ഒരു എന്താ പറയുക, ചെറിയ കണ്ണ് പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് നിറയെ ഉണ്ടാവുമ്പോൾ നല്ല ഭംഗിയാണിത്. റെഡ് ടാങ്ലോങ് ആണത്. ഇതില്ല, അത് അത് റൂബി റെഡ്. ഇതാണ് റെഡ് ടാങ്. ഇതും ഫ്ലവർ വിരിയില്ല? ഇല്ല. ഇതിന്റെ എല്ലാത്തിനും തൈകളുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. ഇതോ? അത് നമ്മൾ ഫയറൊപ്പാല്, ചില്ലി, യെല്ലോ ചില്ലി, ഐസ്ക്രീം എല്ലാം കൂടിയുള്ള മൾട്ടിയാണത്. പിന്നെ അത് വലിയ പ്ലാന്റും ഫയറൊപ്പാലിൻ്റെയാണ്. ഇത് മഹാറാണിയാണ്, പക്ഷേ ഇത് കൊടുക്കൂല. കൊടുക്കാനുള്ള അല്ല, ഈ സൈസ് ഇതിൽ കൊടുക്കില്ല. ശരി ശരി. മഹാറാണി വലുതുണ്ടോ അവിടെ? ശരി, ഇല്ല, ആവണുള്ളൂ. ഇതൊക്കെ അതാ ഈ വെറൈറ്റി? അതൊക്കെ നമ്മൾ കണ്ട ടാങ് ലോങ് ആണ്. ടാങ് ലോങ് യെല്ലോ ഒക്കെയാണ്. സക്കൂറ ഉണ്ട് അവിടെ. ഇതൊരു മദർ പ്ലാന്റ് ആണ് സക്കൂറ. ഇത് ഹാങ്ങിങ് ആണ്. ഹാങ്ങിങ് സൈസാണ്, ഹാങ്ങിങ്ങിന് പറ്റിയതാണ്. അതിന്റെ ഇത്തിരി വേരിയേഷനിലാണ് നമ്മുടെ പിങ്ക് പാച്ച്. പിങ്ക് പാച്ച്. ഇതും ഒരു കോമൺ അല്ലാന്നോണല്ലേ? അത് അതൊക്കെ പുതിയതാ, കഴിഞ്ഞ കൊല്ലം ഇറങ്ങി, ഇക്കൊല്ലം സെയിലിനുണ്ട്. ബ്രീസ റെഡ്. അത് ഫ്ലവറായി വരുന്നു. ബ്രീസ റെഡ്. അതുപോലെ തന്നെ അത് തിമ്മ റെഡ് ആണ്. തിമ്മ റെഡ്, ക്രിസ്റ്റീന. അതിന് ഡിമാൻഡുള്ള ചെടി. റെഡ് സെപ്റ്റംബർ. ഇത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം. ബട്ടർ കപ്പ് അല്ലേ? പിന്നെ അഡർണയാണത്. പൂവായി വരുന്നു, ഫ്ലവറായി വരുന്നു. പിന്നെ തൊട്ടടുത്ത് നിൽക്കണതിന് സുവർണയാണ്, അതും ഫ്ലവറായി വരുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം സെറ്റാക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയ പ്ലാന്റ്സ് എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. അതെ അതെ അതെ, അതൊക്കെ സെയിലിനുള്ളതാണ്. വെറൈറ്റി എടുത്ത് നമ്മുടെ ഫോക്സ് ടെയിൽ റെഡും ഉണ്ട്. അതല്ല, ഫോക്സ് ടെയിൽ റെഡ് അവിടെയാണ്. അതുകൂടാണ്ട് ഇത് പറഞ്ഞു, ഇത് നമ്മുടെ ടൈഗർ റെഡ് ആണത്. ടൈഗർ പീച്ച് കണ്ടില്ല അപ്പുറം? ഈ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഇതേപോലത്തെ. ഇത്രയും നല്ല ഗ്രോത്ത് ആയതാണ്. ഗ്രോത്ത് മീൻസ് ഇതാ കണ്ട, ഇതിന്റെ താഴെ വേരൊക്കെ വന്നിട്ടുണ്ട്, കണ്ട. ഈ ഒരു ചെടിക്കൊക്കെ അപ്രോക്സിമേറ്റ് എത്ര വരും? ഇത് ഇപ്പോൾ 300 സ്റ്റാർട്ട് ചെയ്യും. അത്ര കൂടെ ഇതായിട്ട് റയർ പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് 300 കൊടുക്കും. ഇനി നമ്മുടെ ഫോക്സ് ടെയിൽ റെഡ് ആണ്, ഇതിന്റെ മദർ പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അത് ആയി വരണുള്ളൂ. എൻ്റെ ഒരു ചെറിയ പ്ലാന്റ്. അത് നമ്മള് റെഡ് ടാങ് ലോങ് കണ്ടില്ലേ, അതാണ്. റെഡ് ആണത്. ഇല്ല, അത് ഇത് ഷീറ്റിന്റെ താഴെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ചെടികളുണ്ടോ? കൊടുക്കാനുള്ള ചെടികളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഇത് ഫോക്സ് ടെയിൽ റെഡ് ആണ്. ആയി വരണുള്ളൂ റെഡ്. പ്രൊപ്പഗേഷൻ ആണ് ഇതിന്റെ മെയിൻ പാടല്ലേ? ഇത് നമ്മുടെ പിങ്ക് ടാങ് ലോങ് ആണ്. പിങ്ക് ടാങ് ലോങ് അല്ലേ? ഇതിന് ഡാർക്കും ഉണ്ട് കേട്ടോ. അത് ഫ്ലവറായി വരുന്നുള്ളൂ. അതിന്റെ ഡാർക്കാണ് കേട്ടോ, ചായ വരണുള്ളൂ. ഇതിന്റെ ഉള്ളിൽ ചെറിയ വെറൈറ്റീസ് കൂടുതലുണ്ട്. അത് മിസ് വേൾഡും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് കൂടുതൽ. മിസ് വേൾഡും ഫ്ലെയിം റെഡും ആണ് അവിടെ ഇരിക്കുന്നത്. അത് നമ്മുടെ കയാട്ട എന്ന് പറയും. കയാട്ട പുതിയതാണ്? അല്ല, കയാട്ടയൊക്കെ പഴയതാണ്, പക്ഷെ അതൊക്കെ എന്നും ഡിമാൻഡുള്ള ചെടിയാണ്. നല്ലതാ. മിസ് വേൾഡ് ആണ് കുറച്ചിരിക്കുന്നത്. ഫ്ലെയിം റെഡിന് ഇത്തിരി വെയിൽ കിട്ടാത്തതുകൊണ്ട് ഫ്ലെയിം റെഡ് ഫ്ലവർ ഫ്ലെയിം റെഡ് ആണ് പ്ലാന്റ്സ് ആയിരിക്കണൊക്കെ. കുറച്ചും കൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള ഐഡിയകളാണ് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇവിടത്തെ സമയം വല്ല ഉണ്ട് ഇവിടെ വന്നെടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈവനിങ് ആണ് കുറച്ച് നല്ലത്, കാരണം ചെടി എടുക്കാൻ വരാനും നമുക്ക് നോക്കാനും വെയിൽ കാരണം ഈവനിങ് ആണ്. ഇപ്പൊ അല്ലെങ്കിൽ മോർണിംഗ്. സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. എന്ന് ഈവനിങ് ഉണ്ട്. പിന്നെ ഇവിടെ അല്ലാത്ത സമയത്ത് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ, ആളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിച്ച് കൊണ്ടുപോകാം.
പിന്നെ അതിൻ്റെ ബൊഗൈൻ വില്ലാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പരിചരണം വേണ്ടെന്ന് തോന്നല്ലേ? ഇല്ല, അതാണ് ഇതിന്റെ ഏറ്റവും, അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഇതിന്റെ പുറകിൽ കൂടുതലായിട്ടും. അത് മാത്രമല്ല ഈ ഫെർട്ടിലൈസർ ഇതൊക്കെ ഇല്ലേ, മറ്റേ ഫംഗസ് ബാധയൊക്കെ അത് വളരെ കുറവാണ്. ഇല്ല, ഒരു ചെറിയൊരു അത് വെള്ളം കെട്ടി നിന്നാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പൂപ്പൽ വരും, ഒരു കറുത്ത കളറിൽ പൂപ്പൽ വരും. അത് നമ്മൾ സാഫ് അടിച്ച് കഴിഞ്ഞപ്പോൾ പോയിക്കോളൂ അല്ലേ? കുഴപ്പമില്ല. എന്നാലും പ്രൂണിങ് നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൂണിങ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പഴയ ചെടിയുമേ കൂടുതൽ പൂവുണ്ടാവുക. അപ്പൊ അതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് ഇങ്ങനെ കട്ടിയാക്കി കൊണ്ടുവരാം. അതെ അതെ, പ്രായം എത്തിച്ചു കഴിഞ്ഞാൽ ചെടിമ ഇലയില്ലാണ്ട് പൂവുണ്ടാവും. അതിനിപ്പോ അധികം വളമൊന്നും ചെയ്യണമെന്നില്ല. പ്രായമായവരാണ് ആർക്കും വേണ്ടത്, പ്രായമുള്ളവരാണ് വേണ്ടത് അല്ലേ? പ്രായം ഉണ്ടെങ്കിൽ വില കൂടും അല്ലേ? അതെ അതെ, ഓക്കെ.